എല്ലാ സൗഹൃദങ്ങൾക്കും പി എം എ വിഷൻ ന്യൂസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചർ സെൻറ്റർ അതിൻ്റെ 58ാമത് വാർഷിക ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രവാസി ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ അംഗീകൃത സംഘടനയാണ് അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചർ സെൻറ്റർ. കേന്ദ്ര സർക്കാരിൻ്റെ പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാര ജേതാവ് കൂടിയായ ISCയുടെ രൂപീകരണത്തിൻ്റെ 58ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ISC പാട്രൺ ഗവർണർ, SFC മേധാവി കൂടിയായ പ്രമുഖ വ്യവസായി K മുരളീധരൻ മുഖ്യാതിഥിയായിരുന്നു. തുടർച്ചയായി 40 വർഷം ISCയുടെ സേവനപാതയിൽ ഒരു നെടുംതൂണായി പ്രവർത്തിച്ച ജനറൽ മാനേജർ ടോമി മില്ലർ എന്ന രാജുവിനെ മാനേജിംഗ് കമ്മിറ്റി ആദരിച്ചു. ISC പ്രസിഡന്റ് ജയറാം റായ്, ജനറൽ സെക്രട്ടറി രാജേഷ് ശ്രീധർ, ട്രഷറർ ദിനേശ് പുതുവാൾ, എൻ്റർടൈൻമെൻറ്റ് സെക്രട്ടറി അരുൺ ആൻഡ്രൂ വർഗീസ് എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചലച്ചിത്ര പിന്നണി ഗായകരായ അൻവർ സാദത്ത്, ആതിര ജനകൻ എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീത നിശയും വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. PMA വിഷൻ അബുദാബി. തുടർച്ചയായി 40 വർഷം ആ സ്ഥാപനത്തിലെ അക്കൗണ്ടൻ്റായി ജോലിയിൽ പ്രവേശിച്ച് അതിൻ്റെ മാനേജറായി, പിന്നെ ജനറൽ മാനേജറായി ഈ 40 വർഷക്കാലം മാറി മാറി വരുന്ന വിവിധ കമ്മിറ്റികൾക്ക് നേതൃത്വം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചുക്കാൻ പിടിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തന പന്ഥാവിൽ ഒരു കാവലാളായി നിൽക്കുക, ഇതൊക്കെ ഒരു ഭാഗ്യം കൂടിയാണ്. ഒരു പക്ഷേ ഇതുപോലെ തുടർച്ചയായി ഒരേ സ്ഥാപനത്തിൽ 40 വർഷക്കാലമൊക്കെ പ്രവർത്തിക്കാനുള്ളൊരു സൗഭാഗ്യം അത് മലയാളി സമൂഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. മറ്റ് ഏതൊരു വിഭാഗം ജനങ്ങളെ നോക്കിക്കഴിഞ്ഞാലും ഇത്രയധികം കാലം തുടർച്ചയായി പ്രവർത്തിച്ച ഒരു സ്റ്റാഫിനെയും കാണാൻ സാധിച്ചെന്ന് വരില്ല. തൻ്റെ പ്രവർത്തന മേഖലയിൽ തൻ്റെ മികവ് തെളിയിച്ച് മുന്നേറുന്ന ശ്രീമാൻ രാജുവിന് PMA വിഷൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു. തൊഴിലന്വേഷകർ ജാഗ്രത പാലിക്കുക. ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്തുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ നിരവധി തൊഴിൽ തട്ടിപ്പുകൾ നടക്കുന്നതായി UAE അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന ജോലി തട്ടിപ്പുകളെക്കുറിച്ച് UAE ആഭ്യന്തര മന്ത്രാലയം ഡിജിറ്റൽ സെക്യൂരിറ്റി വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ശ്രദ്ധിക്കുമല്ലോ. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ലാതെ തന്നെ ഉയർന്ന ശമ്പളം ലഭ്യമാവുന്ന ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് തട്ടിപ്പുകാർ സോഷ്യൽ മീഡിയകളിലൂടെ തൊഴിൽ അന്വേഷകരെ നോട്ടമിടുന്നത്. ലിങ്ക്ഡിൻ, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം, എക്സ്, ഫേസ്ബുക്ക് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആകർഷകങ്ങളായ വാചകങ്ങളും പ്രലോഭനങ്ങളും ഉൾപ്പെടുന്ന പരസ്യങ്ങൾ നൽകി വരുന്നുണ്ട്. തട്ടിപ്പുകൾക്കായി വിശ്വസനീയമായ പ്രൊഫൈലുകളും പേജുകളും സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവർ ഇരകൾക്കായി ചൂണ്ടയിടുന്നത്. പ്രമുഖ കമ്പനികളുടെ പേരുകളും ലോഗോകളും അനുകരിച്ചുകൊണ്ടും ഇവർ രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിലന്വേഷകർ തൊഴിലുടമകളെക്കുറിച്ച് അന്വേഷിച്ചറിയുകയും ശമ്പള ഓഫറുകളെക്കുറിച്ച് കൂടുതൽ വിശദമായി അന്വേഷിക്കുകയും വേണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടും വിവിധ രൂപങ്ങളിലും വിവിധ ഭാവങ്ങളിലുമൊക്കെ കാലാകാലങ്ങളായി നടന്നു വരുന്ന ഇത്തരം തട്ടിപ്പുകൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ പുതുതലമുറയെ നോട്ടമിട്ട് കുറേ വർണ്ണാഭമായ രീതിയിലുള്ള പരസ്യങ്ങളിലൂടെ വ്യാജ പരസ്യങ്ങൾ നൽകിക്കൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ജാഗരൂകരാവണം. കഴിഞ്ഞ ദിവസം കേരള പോലീസിൻ്റെ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. അതായത് വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാം എന്ന പേരിൽ സോഷ്യൽ മീഡിയകളിലൂടെ വരുന്ന അതല്ലെങ്കിൽ മുതൽ മുടക്കില്ലാതെ തന്നെ നിങ്ങൾക്ക് ധാരാളം പണം സമ്പാദിക്കാം എന്നുള്ള രീതിയിൽ വരുന്ന പരസ്യങ്ങളിലൊന്നും ചെന്ന് ചാടരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് മലയാളികൾക്കായി കേരള പോലീസ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം കൂടുതൽ ജാഗരൂകരാവുക. എത്ര കൊണ്ടാലും നാം പഠിക്കില്ല എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ നിന്ന് മാറി ഈ കാലഘട്ടത്തിലെ ചതിക്കുഴികളെ, തട്ടിപ്പുകളെ നാം തിരിച്ചറിയുക.